ഐഷമ്മ തിരക്ക് കൂട്ടുന്നുണ്ട്. പോവാണേ, എല്ലാരും പോവാണ്. ഓളുണ്ട്, നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാ. വായോ വാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് കുറച്ച് അതിഥികളുണ്ട്. വായിച്ചി ഇവിടെ നിന്നാ കാണാം, ഇവിടെ നിന്നാ കാണാം. ഇത് കാണുന്നിട്ട് ഐഷമാത്ത വിശേഷങ്ങൾ കേൾക്കട്ടെ. നല്ല വിശേഷം. ഇതിപ്പോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയതും ഇത് വന്നതും നല്ലൊരു കാര്യമായി. ഞങ്ങൾക്ക് ഇതെവിടൊക്കെ പോകും, അനിയനും പോവാ. ഇല്ല, നമുക്ക് അങ്ങനെ കുറെ ആൾക്കാരൊന്നും കാണില്ല, കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. കുറച്ച് ആൾക്കാർ എന്നാ പറയും പറയും. നല്ലൊരു ഭാഗ്യം ഞങ്ങളിത് കരുതുന്നു. അത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഐഷമാത്ത കുളിച്ചൊരുങ്ങി നല്ല റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ആത്മാർത്ഥത ഉണ്ട് ഐഷമാത്തൊക്കെ വീഡിയോ എടുക്കുന്നതിൽ. ഇത് നമ്മളെ ചേച്ചി, അതെ, കൂട്ടുകാരനെ നേരത്തെ വിളിച്ച് റെഡിയാക്കി നിർത്തി. എന്നിട്ട് കുറെ ഞാൻ വിടുന്നില്ല. ഇങ്ങോട്ടുന്നോ. എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് ഐഷമാത്ത? പിന്നെ ചേച്ചി കല്യാണത്തിന് വരാൻ പറ്റിയില്ല അല്ലേ? കുട്ടിക്ക് ഛർദിയായിട്ട് എന്നെ വിളിച്ചിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഐഷമാത്ത കണ്ണൂർ കല്യാണമൊക്കെ? കണ്ണൂർ കല്യാണം നല്ലതേനി. ഒക്കെ ഞാൻ കണ്ടിട്ടില്ല. കണ്ണൂർക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ണൂർക്ക് ഞാൻ യാത്രയിൽ നിന്ന് കണ്ട് ആകെ ക്ഷീണിച്ച് പിന്നെ ശരിക്കും ഒന്നും കണ്ടിട്ടില്ല. മൃഗങ്ങളെയും കണ്ടില്ല. അങ്ങനെ നേരെ അവിടം വരെ വന്നല്ലോ. ഭയങ്കര, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. നല്ല നാട്, ഞെട്ടിപ്പോയി ഞാൻ. നല്ല സുന്ദരമായ ഇൻഷാ അല്ലാ ഇനി ചേച്ചിനെ കൊണ്ട് ഒരു ദിവസം വരണം, കൊണ്ടുപോവാം. ഉമ്മാനോട് അന്വേഷണം പറയണം കേട്ടോ. ഉമ്മാനോട് അന്വേഷണം പറയാം. പോയി വന്നിട്ടില്ല. എൻ്റെ ഉമ്മി ഉമ്രയ്ക്ക് പോയിരിക്കുകയാണ് 2 ദിവസമായി പോയിട്ട്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. പരിപാടിക്ക് വന്നതാണ്, പക്ഷെ പരിപാടി പോസ്റ്റ്പോണ്ട് ആയി പോയതുകൊണ്ട് നമ്മളൊരു ദിവസം കൂടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ച് എല്ലാവരും പല വഴിക്ക് പോയല്ലേ. എല്ലാവരും പല വഴിക്ക് പോയി. രാത്രിയാകുമ്പോൾ എല്ലാവരും എത്തും. പക്ഷേ പകല് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒറ്റയ്ക്കിരുന്ന് നല്ല ബോറടിയാണ്. പക്ഷെ ഞാൻ നേരത്തെ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരേണ്ടേനു അല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ പോവാൻ തീർച്ചയായും ഞങ്ങൾക്കൊക്കെ ചെന്നിട്ടും പണിയുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഐഷമാത്തൊക്കെ പണിയുണ്ട്. അപ്പോൾ ഇനി വേറൊരു ദിവസം പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരുടെയും കൂടുതൽ വിശേഷങ്ങൾ ഒക്കെ അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ട് അജൂത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചായ കുടിക്കാനായിട്ട് പോകാൻ വിചാരിച്ചു. അപ്പം ഞാൻ വ്ളോഗ് ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പം എൻ്റെ വിവരങ്ങളൊന്നും ഇല്ല ആർക്കും. അപ്പം ഞാൻ കുറേ ദിവസം എടുക്കണമെന്ന് വിചാരിക്കണം, പക്ഷെ മടി കാരണം ഇങ്ങനെ മാറ്റി വെച്ചതാണ്. എന്നാൽ ഞാൻ വെച്ചു ഇന്ന് എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഞാൻ വെച്ചു എന്നാൽ ഇന്ന് പറഞ്ഞാൽ എടുക്കാമെന്ന്. അതുകൊണ്ടാണ് ആശുപത്രി പക്ഷേ ആശുപത്രി പെട്ടെന്ന് റെഡിയായി പോകാനാവുമെന്ന് ഞാൻ അറിയുന്നില്ല. കുഴപ്പമില്ല, ഞാൻ ഇനിയും മറ്റന്നാൾ വരെ ഇവിടെ ഉണ്ട്. മറ്റന്നാൾ ഇനിയും കാണാം. അതെ, അപ്പോഴും ഐഷമാത്ത ഇവിടെ ഉണ്ടാവും. പിന്നെ പിന്നൊന്നുമില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ വിശേഷം. അപ്പം എന്നാൽ ഐഷമാത്തേനെ ഞാൻ നമുക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഐഷമാത്ത രാവിലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചു, ബെഞ്ചിന് ഇട്ടിട്ടില്ല. അപ്പം എന്നാൽ ഇൻഷാ അല്ലാ പോയി വരി. ബൈ. ഐഷമാത്ത പോയി. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐഷമാത്തനപ്പോൾ പെട്ടെന്ന് ഇൻട്രോ എടുത്തപ്പോൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എടുക്കേണ്ടി വന്നു. ഞാൻ കുറച്ച് നേരം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട്. അപ്പോൾ ഐഷമാത്ത പോണതിന് മുന്നേ കുറച്ച് നേരം വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ പണിയെടുത്തിരുന്ന സമയം പോയത് തന്നെ അറിഞ്ഞില്ല, വൈകുന്നേരമായി. അപ്പോൾ ഇപ്പോൾ പോകാനായപ്പോഴാണ് ഇടി പെണ്ണേ പെട്ടെന്ന് വാ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് എടുത്തതാണ്. അപ്പോൾ എനിക്കിന്ന് വ്ളോഗ് എടുത്തു തരാനൊന്നും ഇവിടെ ആരുമില്ല. എല്ലാവരും പല വഴിക്ക് പോയി. ഈച്ചു എവിടെയോ സൈറ്റ് വിസിറ്റ് എന്തോ ഒന്നിന് പോയി. അനുവിന്നൊരു ഇനോഗ്രേഷൻ ഉണ്ടായതിന് പോയി. ഞാൻ പരിപാടിക്ക് വന്നതേനു കഴിഞ്ഞ ദിവസം, പക്ഷേ ഇന്നലെ ആയിരുന്നു നമ്മുടെ പരിപാടി. അപ്പോൾ അത് പോസ്റ്റ്പോണ്ട് ആയതുകൊണ്ട് എനിക്കിനി വീട് വരെ പോയിട്ട് വരാനുള്ളൊരു ഗ്യാപ്പില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങ് തങ്ങിയതാണ്.
പിന്നെ ഈ പരിപാടി നാളെയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോവും. പിന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ഞാൻ ദുബായിൽ നിന്ന് എത്തിയിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായി തോന്നുന്നു. 1.5 ആഴ്ചയായി. അതിനുശേഷം ഞാൻ 1-2 വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് എടുത്തു. പക്ഷേ അതൊരു ഫുൾ വ്ളോഗ് അല്ലാത്തതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനും തോന്നിയിട്ടില്ല. പിന്നെ എന്തായാലും ഈ ഒരു വീക്ക് ഫുൾ നമുക്ക് പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നൊരു പരിപാടി കഴിഞ്ഞു. അതിൻ്റെ ഇത് KP ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് പിന്നെ എല്ലാവരും അതിനും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, KP എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാനും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. എല്ലാവരും കൂടി എടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ കുറച്ച് നാളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഒരു ഫ്ലോയിലാണെങ്കിൽ പിന്നെയും നമ്മൾ എടുത്തു പോകും. ഇനിയിപ്പോൾ കുറച്ചൊരു ബ്രേക്ക് വന്നപ്പം എനിക്ക് എന്തോ ഒരു മടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനും അതിനൊക്കെ. പൊതുവേ ഞാൻ കുറച്ച് സൈലൻറ്റ് വ്ളോഗിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു രസമുള്ളൂ. ഇന്നും കുറച്ച് കഴിഞ്ഞ് വൈകിട്ട് ഒന്ന് ചായ കുടിക്കാൻ പോകണമെന്നുണ്ട്. അതിന് ശേഷം അങ്ങനെ നാളെയാണ് നമുക്ക് പരിപാടി. അപ്പോൾ നാളത്തെ പരിപാടീൻ്റെ വ്ളോഗ് എടുക്കണം എന്നുണ്ട്. ചിലപ്പോൾ എടുക്കും, മൂടൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ കുറേ നാളായി വ്ളോഗൊക്കെ എടുത്തിട്ട്, അതുകൊണ്ട് ഇന്ന് പിന്നെ ഒന്ന് എടുത്തതാണ്. അജു സുഖമായിട്ടിരിക്കണു. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ, ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. പെട്ടെന്ന് അവിടെ കുറേ ദിവസം നിന്നിട്ട് നാട്ടിൽ വന്നപ്പോഴേ അതിൻ്റെ ഒരു ചെറിയ ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ബട്ട് ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ അടുത്ത് പോകാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമുക്ക് കുറച്ച് ഈ ഒരു വീക്ക് ഫുള്ള് പരിപാടിയാണ്. അത് ഞങ്ങൾക്ക് പിന്നെയും 3-4 എണ്ണേ ഉള്ളൂ. അനുവിന് പക്ഷേ ഡെയിലി പ്രോഗ്രാം ഓരോന്ന് പോരണതിന് പോയിരിക്കുകയാണ് കോഴിക്കോട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ആരും ഇല്ലാത്തതുകൊണ്ടൊരു, പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു. കുറേ ദിവസങ്ങളായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഇങ്ങനെ വെറുതെ ഇരിക്കാനും. പിന്നെ ഫോൺ നോക്കി ഇരിക്കുമ്പോൾ തന്നെ ടൈം പോകണം അറിയുന്നില്ല. പിന്നെ എൻ്റെ കൂടെ വർക്കും കൂടി ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയൊരു ബഹളം വ്ളോഗ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തു പോകാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഫൂക്കിയെ വിളിച്ചിട്ടുണ്ട്. ഫൂക്കി വന്നാൽ, അജൂത് വന്നാൽ ഒന്ന് പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ചിമ്മച്ചി വരുമ്പോൾ കുറച്ചൊരു ടൈമാവും, കുറച്ച് നേരം കൂടി കഴിയും. അപ്പം അതിന് മുന്നേ ഒന്ന് പോയിട്ട് കാരണം ഇവിടെ ഇരുന്ന് ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടൊരു ആരും ഇല്ലാത്തതും കൂടെ കൊണ്ട്. അപ്പോൾ സംഭവം ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട്, ഹോം സ്റ്റുഡിയോ അല്ല സോറി, ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടൂട്ടിയിലാണത്. അപ്പോൾ രാവിലെ KP ആ സൈഡിലേക്കാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ സ്റ്റുഡിയോയിൽ പോയി, ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇതേപോലെ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിൽ പോകലുണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കള്ള KP എന്നെ കൊണ്ടുപോകാണ്ട് പോയി ഗൈസ്. എനിക്ക് എന്തോ മൈഗ്രെയിൻ എന്തോ ആയിട്ട് ഇന്ന് രാവിലെ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല ഇവിടെ നിന്ന്. അപ്പം പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ എനിക്ക് ഇന്നും പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് അവിടെ പോയിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറിയൊരു വിഷമത്തിലിരിക്കുകയായിരുന്നു. രാവിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ. KPയുടെ വഴക്കുണ്ടിട്ട് എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു തല, നിങ്ങളത് കാണുന്നുണ്ടോ? ബിക്കോസ് ഇവിടെ ആരില്ല എന്നുള്ള കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. പക്ഷെ ഒരു തല, ഇത് കണ്ടപാട് ഞാനൊന്ന് പേടിച്ചു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ ചെങ്ങായി അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിക്കാണ്. നമസ്തേ ഗുരു. മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് പേടിച്ചു. പെട്ടെന്ന് ഇങ്ങനെ നടന്നിട്ട് മേലേക്ക് നോക്കിയപ്പോൾ തല മാത്രമേ കണ്ടുള്ളൂ. എനിവേസ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ ഇന്ന് അവിടെ പോകാനുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷമം തീർക്കാൻ വൈകിട്ട് ചായെങ്കിലും കുടിക്കാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ വണ്ടിയും കൂടി ഇല്ലാത്ത, ഇവിടെ ഒരു വണ്ടിയില്ല ഇപ്പോൾ. എല്ലാവരും എല്ലാ വണ്ടി എടുത്തിട്ട് പോയിക്കാണ്. അപ്പോൾ ഗേറ്റ് അടയ്ക്കാം. ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടുതലായിട്ട് വന്നു പോകുന്നതായിട്ട് ഗേറ്റ് അങ്ങനെ തുറന്നിടലേ ഇല്ല.
ബിക്കോസ് ശരിയാണല്ലോ, നമ്മുടെ വീട്ടിൽ നമുക്കൊരു പ്രൈവസി ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും എല്ലാവരും എപ്പോഴും ഇങ്ങനെ വന്നു പോയി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. നമുക്ക് ഒരു തരത്തിലുള്ള പ്രൈവസി ഉണ്ടാവില്ല. വരുന്നവരും പോകുന്നവരും ഒക്കെ ഇങ്ങനെ വന്ന് കയറി പോയിക്കൂടെ കാണാം. ഈ വീട് ഇത്രയും സൈലൻ്റായിട്ട് ആളനക്കം ഇല്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ വ്ളോഗിനുണ്ട്. കാരണം ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഇവിടുത്തെ ഒരു ഓളമെന്നും ഇവിടുത്തെ ഒരു ബഹളവും എല്ലാം. അപ്പോൾ ഈ വീട് ഇത്ര ശാന്തമായി ഒരനക്കവും ഇല്ലാണ്ട് കിളികളുടെയും ചീവീടിൻ്റെയും സൗണ്ട് മാത്രം, പിന്നെ എൻ്റെയും അങ്ങനെ കേൾക്കണ ഒരു വീഡിയോ ചിലപ്പോൾ ഇതാദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ വീഡിയോയ്ക്ക്, അറ്റ്ലീസ്റ്റ് സംതിങ്. പക്ഷെ നല്ലൊരു രസമാണ് കേട്ടോ, നല്ല വൈബാണ് ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കാൻ. ബട്ട് ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഉള്ളിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ലൈക്ക് കേട്ടൻ ഇട്ട് കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ഞാൻ അങ്ങനെ എപ്പോഴും വരലൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ സ്ഥിരതാമസമാണ്. നല്ല ഞാൻ അങ്ങനെ 1-2 ദിവസമൊക്കെ മാക്സിമം പരിപാടി ഉള്ളപ്പോൾ ഈ നിലമ്പൂർ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണല്ലോ എൻ്റെ സ്ഥലത്തു നിന്നൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ആകെ ഒരു ട്രെയിനേ ഉള്ളൂ, പോയി വരാനൊക്കെ പോസിബിൾ അല്ല പോയി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പണ്ട് തൊട്ടേ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഒപ്പം വന്ന് നിൽക്കാൻ ഫുൾ ടൈം. അപ്പോൾ ഇതേപോലെ ഉമ്മച്ചി പോകുമ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ നാൾ അങ്ങനെ പോയി. കുറേ നാൾ ഉമ്മ ഇവിടെ വന്ന് നിന്ന് പിന്നെ ഇവിടെ അറിയാലോ ഞാൻ എപ്പോഴും വരുന്ന വീടല്ലേ. അപ്പോൾ പിന്നെ ഉമ്മ ഇവിടെ വന്ന് വെറുതെ നിന്ന് സമയം ഉമ്മയ്ക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇത് ഓൾ ഓഫ് എ സഡൻ എന്തൊരു കാര്യമായിരുന്നില്ല. കഴിഞ്ഞൊരു 2 വർഷത്തോളമായി ഞാൻ ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ടൊക്കെ, പരിപാടിക്ക് പോകാൻ തുടങ്ങിയിട്ടും. അപ്പോൾ അതൊക്കെയാണ് കഴിച്ച എൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല. ഞാൻ അപ്പോഴത്തേക്കും പോയിരുന്നിട്ട് വൈകിട്ട് എനിക്കൊന്ന് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അജുവത് വന്നാൽ ഒന്ന് ഇറങ്ങി ചായക്ക് കുടിക്കാം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇന്നത്തെ ബാക്കി പണികൾ, മീറ്റിംഗ് ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, നീ ഗുഡ് ബോയ് ആണല്ലോ. യാ യു ഡോണ്ട് വാണ്ട്? ഓക്കെ എടാ ഇത് വെയിറ്റ്, ഇത് പൂട്ടണ്ട. ചാവി എനിക്കറിയില്ല. നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരൂലേ? അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ്. ഫൂക്കി അജുവത്ത് കാറും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ലാപ്ടോപ്പുമായിട്ടാണ് ഇറങ്ങുന്നത്. ഇൻ കേസ് ഇടയ്ക്ക് പണി വന്നാൽ ചെയ്യണം. അയ്യോ, talip. Takali talip and we call it takali chutney. Beef fry. Oh. Hello guys. അപ്പോൾ നമ്മൾ ഫൂക്കി അജുവതുമായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോയിട്ട് പ്രകൃതി ഒക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബെഞ്ചിക്ക് വിശപ്പ് സഹിക്കാൻ താങ്ങാത്തതിനാൽ നമ്മൾ ദോശക്കടയിലേക്ക് വരേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് പാവം കുട്ടിയൊരു വട ചോദിച്ചിട്ട് എത്ര സമയമായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തതിനാൽ നമ്മളൊരു ചായക്കടയിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് കുഴപ്പമില്ല, വലിയൊരു സുഖമില്ല. വടിയോ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. എന്നിട്ട് എന്താണ് വിശേഷങ്ങൾ പറയുക കേട്ടെ. ഇതെന്താ എൻ്റെ കയ്യിൽ? അരിമ്പാറ അതായിരുന്നു അല്ലേ?
എന്നിട്ട് എന്താണ് എൻ്റെ ബാംഗ്ലൂർ വിശേഷങ്ങൾ? അതൊക്കെ പറഞ്ഞാൽ മതി. മൈക്കൂടെ വെക്ക് അല്ലെ കേൾക്കൂലേ? ഇതെങ്ങനെ വെക്കണ്ടേ അറിയില്ലേ? അതൊരു വായിലിടരുത് കേട്ടോ. അതല്ല, ഇവിടെയാണ് മൈക്ക് വരുന്നത്. എന്താ ചോദിച്ചു? എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? ബാംഗ്ലൂർ ആക്ച്വലി അടിപൊളിയാണ്. ചെറുക്കല്ലേ, കുഴപ്പമില്ലടാ. ഇങ്ങനെയൊക്കെ നമ്മൾ ക്യാമറ ഷൈനസ് മാറ്റുന്നത്. ആ പറയൂ, കേൾക്കട്ടെ. എന്നാണ് ഇനി തിരിച്ചു പോണത്? 28 റിട്ടേൺ പോകും. വട കഴിച്ചിട്ട് ഞാൻ ബാക്കി ചോദിക്കാം. ഫുഡ് അജ്വത് ഫാൻസ് എല്ലാവരും ബോക്സിൽ ഫുഡ് അജ്വത് എന്ന് പറയുക. ആരാ കുണ്ടയാ? ശരിക്കും ഏതൊക്കെ എന്നെ തല്ലാനൊന്നും എന്താ ചെയ്യാ? ഇരിക്കുന്ന ആൾ ഇവിടുത്തെ ഗുണ്ടയാണെന്നാണ് ഇവൻ പറയുന്നത്. കണ്ടിട്ട് ചെറിയ ഗുണ്ടലൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ കാണുന്നില്ലല്ലോ. അയാളോട് പോയി ചോദിച്ചു കത്തി 5 രൂപ. ദൈവമേ, ഫോണൊന്നും ഇവിടെ വെക്കാം. പൊക്കി പിടിക്കുന്ന കാണണ്ട. എടാ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ. ചായ തണുത്തുമില്ല, ഒരു സുഖമില്ല. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിട്ട് ഒന്നും കൂടെ വിശദമായിട്ട്. അയ്യോ, എനിക്ക് പേടിയൊന്നും. അടുത്ത പോണ ഡെസ്റ്റിനേഷനാണ് എന്താ? ആണോ? അതെവിടെയാ? അത് കണ്ണൂര് ശാന്തി അറിയിക്കും. നമ്മളെപ്പോഴും പോകുന്ന സ്ഥലം ചായ കുടിക്കാൻ. അതല്ല, എടാ ഈ നാട്ടിൽ എപ്പോഴും ഇങ്ങനത്തെ ഗുണ്ടൊക്കെയുണ്ട്. ഇയാളെന്താ ചെയ്യാ? ഇയാൾക്ക് ഓരോ കൊട്ടേഷൻ വരും കോളേജിൻ്റെ. എന്നിട്ട് ഒന്നുമില്ല, ഓരോ കൊട്ടേഷൻ കിട്ടും ആൾക്ക്. എന്നിട്ട് അപ്പോൾ ഈ നാട്ടിൽ പോലീസും പട്ടാളമൊന്നും ഇല്ലേ? പോലീസൊക്കെ ഇവരെ കയ്യിലല്ലേ. അതൊക്കെ പറഞ്ഞെങ്കിൽ അയ്യോ, അവർക്ക് മനസ്സിലായിണ്ടാവും എനിക്കറിയില്ല കേട്ടോ. പോലീസ് ചിലപ്പോൾ സീനാക്കായ, പക്ഷേ ഇവരെ ഇറക്കന് വേറെ ആൾക്കാരുണ്ടാവും. അതല്ല ഗുണ്ടകളെ മെയിൻ പണി. ഞാൻ സിനിമയിൽ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഗൈസ്. നേരിട്ട് ആദ്യമായിട്ടാണ് ഒരു ഗുണ്ടയെ ഞാൻ ആദ്യമായിട്ട് അയാൾ ഗുണ്ടന്നല്ലോ ചെങ്ങായി. കിട്ടി തരും ഞാൻ. ഗുണ്ടലൊക്കെ ഉണ്ട്. ഈ അല്ലേ പറഞ്ഞ ആരെ കത്തി ഉണ്ടെന്ന്? പോലീസ് ഇയാളെ തപ്പി പോകും ഗൈസ്. അങ്ങനെയൊന്നുമില്ല. എന്താ ഈ കുടിച്ചേ? നമ്മളൊക്കെ സാധാരണ കടയിൽ വന്ന ചായയും കട്ടനും കാപ്പിയൊക്കെ കുടിക്കണം. അജ്ജത്ത് കുടിക്കുന്ന പാലാണ് ഗൈസ്. പാൽ കണ്ടല്ലേ? പാൽ ഷർട്ടൊക്കെ ഇട്ടിട്ട്. എനിക്ക് ചായ വേണ്ട. ചായ ഉണ്ടായില്ലേ? ആ, എനിക്ക് വേണോ? തണുത്ത് വേണോ? നോൺ ഷുഗർ. യു ലൈക്ക് ദ ടീ? ഐ ഡോണ്ട് ലൈക്ക്. ഷുഗർ ഇല്ലതില്ലേ? ഷുഗർ ഒക്കെ ഉണ്ട്. ഷുഗർ ഉണ്ട്. ഷുഗർ ഇല്ല. നിനക്ക് വായിക്ക് മധുരം ഇല്ലാത്ത തന്നാലേ. എനിക്ക് ഷുഗർ ഉണ്ടല്ലോ. ഇതിൽ മധുരം കൂടിയിട്ടാണോ? ഇത്രയും ഷുഗർ ഒക്കെ ഒരു മനുഷ്യൻ കുടിക്കാൻ പാടുള്ളൂ. പിന്നെന്തിനാ പോലെ വീഡിയോ എടുക്കുന്നത്? ഞാൻ സൈലന്റ് വ്ളോഗിനെ പ്രണയിച്ചവളാണ്. ചോദിച്ചാൽ തരുമല്ലോ? KP ഇവിടെ തന്നെ. അവന് പറഞ്ഞയച്ചത് എവിടെ? ഓഫീസിലല്ലേ? ഓഫീസല്ല, ഓഫീസ് കഴിഞ്ഞ അവൻ്റെ വീട് എവിടെയാ? KP ഉണ്ടെങ്കിൽ ഒരു ഓളം ഉണ്ടായിരുന്നു. സീനൊന്നുമില്ല. നമ്മൾ KPൻ്റെ വീട് എവിടെയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. എനിക്ക് വിശപ്പിന് ഞാനൊരു സാധനം എടുത്തു. രാത്രിയാകുമ്പോൾ പോയാൽ ഇത് കഴിക്കില്ലല്ലേ? രാത്രിയാകുമ്പോൾ കൊക്കപ്പുഴാണ്. കാരണം
നമ്മൾ വീട്ടിലെ പോലെ എപ്പോഴും തിന്നു ഇരിക്കാൻ പറ്റില്ലല്ലോ. കൊക്കപ്പുഴയിലെ യു പ്ലാനിങ് ടു ടേക്ക് മാഗി? ഹൗ യു ഈറ്റ് മാഗി? ദിസ് മാഗി. അതുകൊണ്ട് വെജ് കപ്പ് നൂഡിൽസിൻ്റെ അളവാണ്. എന്താ സാധനം? ഇളന്തൈ വടൈ. ഇളന്തൈ വടൈ ഇതെന്താ സാധനം? ഇതൊരു കണ്ടില്ല. ഇളന്ത വടൈ. എടാ ഇത് തന്നെ ആയിരിക്കും കേട്ടോ, പീനട്ടിൻ്റെ സാധനം. പീനട്ട് ബർഫി. ഇതെടുക്കാം. ഇറ്റ്സ് നോട്ട് ഡേറ്റ്സ്. ഇവിടെ ഉണ്ടല്ലേ. ഇതെന്താ ഫ്ലേവർ? ഫ്ലേവർ ഇട്ടാ അതിൻ്റെ അടിയിൽ നോക്ക്, ക്രിസ്പി കോൺ കേൾ. ഇത് ഏതാ പോകുന്നല്ലേ? ഇത് മതിയല്ലേ? എനിക്ക് വേണോ? എനിക്ക് വേണമെങ്കിൽ എടുക്കണോ? എടുക്കണമെന്നെങ്കിലും വൈ ഞാൻ എടുത്ത് അതിന് ഇതിനിപ്പറ്റി വെച്ചോ, ഞാൻ ബില്ല് ചെയ്യാം. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കമൻ്റ് ആവും. പിന്നെ പീനട്ട് ബഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിളിക്കണോ? അതാരാ? സ്റ്റീൽ എവിടെ? അതാരാ? അത് റീനാന്. സ്റ്റീലുണ്ട് കൂടെ. സ്റ്റീലിനെ കൂട്ടാണെങ്കിൽ എന്നാ വിളിച്ചോ. ഞാൻ വിളിച്ചില്ല അറിയണ്ട. ഇവനെന്ത് നോക്കണേ? ഇത് കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ. വരുന്നുണ്ടോ ചോദിച്ചോക്കെ? ജസ്റ്റ് ആസ്കിങ്. എടാ ഫീഫടെ ഹായ്. ആ അതിന് ഈച്ചൂടില്ലല്ലോ. പാലക്കാടിന്റെ വീഡിയോ. അതിന് ഈച്ചൂടില്ലല്ലോ. ഓ ഹായ്. ഇതേത് വണ്ടി? ഇത് XUV 400. ഈച്ചില്ല. പാലക്കാട്. പാലക്കാടാ. അപ്പൊ ഞങ്ങളോട് എന്താ വീട് എടുക്കാൻ പറഞ്ഞു? ആ അതിവിടെ എന്നാണ്ട് വീട് എടുക്കാൻ വണ്ടി ഉള്ളിൽ കയറ്റാ. നമ്മള് പോയിരുന്നു ഫുഡ് കഴിക്കാൻ പോ. അങ്ങനെ എടുക്കാൻ നിക്കേനു. അപ്പൊ പോയിട്ടേ ബൈ. ശരിക്കും ഭയങ്കര ആളിഞ്ഞ സ്ഥലം പോലെ അല്ലേ? കണ്ടത് നല്ല രസമല്ലേ? എനിക്ക് ഈ റബ്ബർ തോട്ടത്തുമ്പോ കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കണം. എനിക്ക് പാമ്പുണ്ട്. ഇവിടെ നല്ല തിരക്കാണല്ലോ. നല്ല തിരക്കാണല്ലോ. വിങ്സ് ഉണ്ട്. ഒരു വിങ്സോ വേണം? വിങ്സ് വേണം. അത് വേണ്ട, ഇത് മതി. ഒറ്റ പ്ലേറ്റ് കിട്ടോ? അല്ല വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പണ്ട് ഇവിടെ ഒരു ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ചേട്ടനാണ്. ഇവരൊക്കെ ഇവിടെ വരുമായിരുന്നു. ഞാൻ ഇവിടെ 2 തവണ വന്നു. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ പരിപ്പോട കഴിക്കാൻ പറ്റില്ല. ഇവിടുത്തെ പരിപ്പോടല്ലേ ഫേമസ്? പരിപ്പോട, പരിപ്പോട, ഉഴുന്നുവട, പഴംപൊരിയൊക്കെ ഇവിടെ ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും വാങ്ങിയിട്ട് താഴെ പോയെന്ന് കഴിക്കും അല്ലേ? പക്ഷേ പാവം ഈ ചേട്ടന് ഇതാണ്, ബ്രെയിൻ ട്യൂമർ ആണ്. അപ്പോൾ എല്ലാവർക്കും പ്രിയങ്കരനായ നല്ല ഏട്ടനായിരുന്നു. പക്ഷെ ആൾക്ക്
കഴിയുന്നവരൊക്കെ സഹായിക്കാം. ചലോ. ബെഞ്ചി ഉണ്ട് നമ്മുടെ കൂടെ. പക്ഷേ ബെഞ്ചിക്ക് വീഡിയോയിൽ ഇന്ന് വരാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ബെഞ്ചിയെ കാണിക്കാത്തത്. കാട്ടിൽ കൂടെ പോവാണ്. ഇവിടെ അവസാനം എത്തല്ല. ഇതിൽ കൂടെ കുറേ ആൾക്കാർ പോയിനല്ലോ. വെള്ളം കൂടി ഇവിടെ ഇരിക്കാനൊക്കെ. ശരിക്കും ഇതാണ് സ്പോട്ട്. ഇവിടേക്കൊക്കെ വെള്ളം കയറി. But this is nice, no? Like very shady. You can sit here. എന്ന് നോക്കണേ. ഈ വൈറ്റ് കണ്ടോ? വൈറ്റ് എന്താ അത്? അതാണ് എന്താണ് നോക്കണത്. എന്താ അതെന്താ? അത് കൂണാവും. കൂണില്ലേ? മഷ്റൂം അല്ല, അങ്ങനെയല്ല. മഷ്റൂം അല്ല. കൂണാവാൻ ചാൻസില്ല. വേറെ എന്താണ്? ഇതെന്താണ്? ആ മരത്തുമ്മ എടാ പല ടൈപ്പ് ഓഫ് ആൽഗേ ഇല്ലേ? ആൽഗേ അല്ലല്ലോ. എന്തൊക്കെയാണ് ഞാൻ പറയണത്? എന്തൊക്കെയാണ് ഞാൻ പറ. അല്ല അതല്ലടാ. ഇതെന്താ? തൊട്ട് നോക്കുന്നേ. എന്തോ ഒരു പ്ലഫി പോലത്തെ സാധനമാണല്ലോ. അതെന്താ? തൊട്ട് നോക്കിയാലേ അറിയാൻ കഴിയുള്ളൂ. തൊടാന്നൊക്കെ ചൂയിങ്കമാണോ? ചൂണ്ടുമ്പോ കിടക്കണത്. ചൂണ്ടല്ലേ ഇത്? ഇവിടെ ആൾക്കാര് മീൻ പിടിക്കാനൊക്കെ വരൂട്ടാ. ഇവിടെ മീൻ കിട്ടുമോ? ഓ, ഇതിൽ ചൂണ്ടിട്ടാ മീൻ കിട്ടും. കണ്ടില്ലേ? ഓരോ കുമ്പള വന്നിട്ടുണ്ടല്ലേ? കണ്ടോ? ആ വെള്ളത്തേക്ക് നോക്കിയാൽ കാണാം. ഓരോ കുമ്പളം അങ്ങനെ വന്നിട്ടുണ്ടാ. അവിടെയൊക്കെ മീനുണ്ട്. ഇതെന്തായിരിക്കും? ഒരു കമ്പിട്ട് കുത്തി നോക്കിയാലോ? ഇത് വെള്ളം കയറിയതാണ്. നമ്മൾ ചായയും പിന്നെ കടിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ചായ അടിക്കല്. എവിടെ ഇരിക്കും നിങ്ങള്? ആ മരത്തുമല. മരം അപ്പൊ പണ്ടേ ഉണ്ട്. ഓ, മരം പണ്ടായിരുന്നല്ലോ. മരം പണ്ടേ ഉണ്ട്. ഇതില് വീണാ മരിച്ചു പോകുന്നില്ലല്ലോ. ഇതില് വീണാ മരിച്ചു പോകുന്നില്ല. നീന്താ അറിയുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അങ്ങോട്ട് ആഴമുണ്ട്. നല്ല ആഴുണ്ട്, ഒഴുക്കുണ്ട്. പക്ഷെ കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നൂല ഒഴുക്കുണ്ടെന്ന്. നിങ്ങള് പറഞ്ഞ അജാപ്പമ്മയുടെ സോങ് അല്ലേ? അത് ഷൂട്ട് ചെയ്തുള്ള സ്ഥലങ്ങളത്. ഈ പാലത്തിനടി, ആ അമ്പലം. അമ്പലത്തിൽ നിന്നാണ് മെയിൻ ഷോട്ട്സ്. ഇവിടുന്നാണ് സെറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. അവിടെ അമ്പലത്തിന്റെ മുന്നിൽ കണ്ടോ കുറച്ച്? അതെ, അതവിടെ സെറ്റ് ഇട്ടിട്ടാ ചെയ്തത്. ഈ പടി പോലത്തെ സംഭവം. ഇവിടെ ഫുള്ള് ചളിയല്ലേ. സുഹൃത്തുക്കളെ, അതെനിക്കൊരു പുതിയ അറിവാണ്. അജ്ജപ്പാമ്മയുടെ പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പി കിടക്കുന്നുണ്ട് അവിടെ. ഇവിടെയാണ് അജ്ജപ്പാമ്മയുടെ ഷൂട്ട് ആയത്. ഇവിടെ ഇപ്പൊ ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ അമ്പലത്തേക്ക് കയറുന്ന ഈ കൂടിയാ? അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് ഇതിലാണ്. അപ്പൊ അവിടെ എങ്ങനെ എത്താ? സ്റ്റെപ്പ് ആണല്ലേ? അതിന് ഇതിൽക്കൂടെ പോവാ. പക്ഷെ പോവാൻ പറ്റാത്ത അവസ്ഥ കണ്ട. ചളിയൊക്കെ ഫുള്ള് കാല് പോന്തി പോവും. ഈ പാലത്തിന്റെ അടിയിൽ നിന്നൊക്കെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ആ പാട്ടില്. നിങ്ങൾ ശ്രദ്ധിച്ച് ആ പാട്ടിൽ നോക്കിയാൽ അറിയാം. എനിക്ക് ഓർമ്മയില്ല. പാലത്തിന്റെ അടിയിൽ നിന്നുള്ള ഷോട്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇതിൽ ആരാ എണീറ്റ് തട്ടിയനെ? മറ്റോടാ. ഇതിന്റെ കിൻഡർ മുട്ടായി എടുത്ത് കൊടുക്കട്ടെ. എടാ എന്റെ മൈക്കടാ. Benji, can you hold this? Yeah. അപ്പോൾ ശരി, ബൈ. ബൈ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അജുത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇവിടെ എന്തൊക്കെ ഉള്ളത് മീ. ഓക്കേ, ബൈ.
ഹലോ സഹൃദ കൃതാവായ നാട്ടുകാരെ, അല്ല ഞാൻ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, അത് മറന്നുപോയി. സഹൃദ കൃതാവായ നാട്ടുകാരെ, എൻ്റെ ഹലോ ഗൈസ്. അപ്പോൾ എൻ്റെ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ അപ്ഡേറ്റ്സ് പറയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു. ബൈ.